Hi dears, welcome to Teachers World. Teachers World like എല്ലാവർക്കും സ്വാഗതം. Okay, today I am going to take a new chapter from your 9th standard English book. This is your first chapter. Its name is The Race. ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള The Race എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. It is written by Nisha Punjabi and she is a freelance writer based in Lucknow, India. ഇത് എഴുതിയിട്ടുള്ളത് നിഷ പഞ്ചാബി എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അവരൊരു ഫ്രീലാൻസ് റൈറ്ററും കൂടെയാണ് കേട്ടോ. ഇവിടെ ഫ്രീലാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഡൗട്ട് ഉണ്ടായിരിക്കാം അതെന്താണെന്നല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സംഘടനയിലോ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിലോ ഒക്കെ അംഗമല്ലാത്ത സ്വതന്ത്രമായിട്ട് എഴുതുന്ന എഴുത്തുകാരെയാണ് ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us move on to the chapter. Before that, here you have a read and reflect. നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കിവിടെ ഒരു റീഡ് ആൻഡ് റിഫ്ലക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് us read this reflect. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. At the end of a game or a sporting event, we usually appreciate the winner or the record breaker. Shouldn't we encourage the losers too? Let us see what happens in this story. Read on. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കളിയുടെ അവസാനം സാധാരണയായിട്ട് നമ്മൾ റെക്കോർഡ് തകർത്തവരെയോ അല്ലെങ്കിൽ വിന്നറായവരെയൊക്കെയാണ് അഭിനന്ദിക്കാറുള്ളത്. പക്ഷേ തോറ്റവരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വേണം അല്ലേ. കാരണം നമ്മൾ ഈ ജയിച്ച ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പം ആ ഒരു തോറ്റ ആളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടമുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം ആ ഒരു തോറ്റ സമയത്ത് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം മറ്റുള്ളവരുടെ പരിഹാസം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വിന്നറിനെ മാത്രം സപ്പോർട്ട് ചെയ്യാണ്ട് ആ ഫെയിലായ ആളെടുത്ത് പോയിട്ട് പറയാനും കൂടെ ശ്രമിക്കണം. എന്താണ്, നിനക്ക് ഇനിയും കഴിയും, നീ കൂടുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായിട്ടും വിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെതെന്നല്ല, ഇനിയിപ്പോൾ നമ്മളുടെ സ്കൂൾ ലെവൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഫുൾ A+ കിട്ടിയ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടായിരിക്കും അല്ലേ. എന്നാൽ ആ ഫെയിലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അവരെ നമ്മളൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയും വളരെ വിഷമമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കുട്ടികളോട് പറയണം, എന്താണ്, എനിക്ക് അതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, നീ അതിനായിട്ട് ശ്രമിച്ചാൽ മതി, ഇത്ര നിനക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോട്ടിവേഷൻ ചാപ്റ്ററാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. സോ എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദ റേസ് മീൻസ് ഓട്ട മത്സരം. ഓക്കെ, തരുൺ വാസ് എ മെഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ ഒരു സാധാരണ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹിയർ മെഡിയോക്കർ മീൻസ് സാധാരണ. ഹിസ് ഗ്രേഡ്സ് കുഡ് ബാരലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ ഗ്രേഡ്സ് അവൻ്റെ പാരൻസിനെ അല്പം പോലും സംതൃപ്തരാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. എന്നാൽ അവനൊരു നല്ല സിംഗറോ ഡാൻസറോ പെയിൻറ്ററോ എന്തിന് ഒരു ആക്ടർ പോലും ആയിരുന്നില്ല. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. തൻ്റെ കുടുംബത്തിന് അപമാനം വരുത്തുന്നവനാണ് താനെന്ന് അവൻ സ്വയം കരുതിയിട്ടുണ്ടായിരുന്നു. ഹിസ് എൽഡർ ബ്രദർ ഹു വാസ് പെർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ് ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. അവൻ്റെ എൽഡർ ബ്രദർ പേര് കേട്ട ഒരു കോളേജിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനായിരുന്നു. എല്ലായ്പ്പോഴും കുടുംബത്തിന് അവൻ അഭിമാനമായി മാറി. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. എന്നാൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും മിടുക്കനായിരുന്നില്ല തരുൺ. ഹൗവെവർ ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലൊരു അത്ലറ്റിൻ്റെ കഴിവ് കൊണ്ട് അവൻ ബ്ലെസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അനുഗ്രഹീതനായിരുന്നു. ബഹുമിടുക്കനായ ഒരു ഓട്ടക്കാരനായിരുന്നു അവൻ. ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ്, ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ മണിക്കൂറുകളോളം ഓടിയിട്ടുണ്ടായിരുന്നു. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. എപ്പോഴെങ്കിലും അവൻ ദുഃഖിതനോ ഏകാഗിയോ ആയിരിക്കുമ്പോൾ ഓടിത്തളരുകയും അങ്ങനെ അവൻ്റെ അമർത്തി വെച്ചിട്ടുണ്ടായിരുന്ന വികാരങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. എന്നാൽ ചില സമയത്ത് അവന് സ്കൂൾ ബസ് കിട്ടാതെ വരികയും വീട്ടിൽ നിന്നും 5 മൈൽ അകലെയുള്ള സ്കൂളിലേക്ക് അവൻ ഓടുകയും ചെയ്യാറുണ്ടായിരുന്നു. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഒരു ഓട്ടക്കാരനാവണം എന്ന ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. തരുണിന് അറിയില്ലായിരുന്നു എങ്ങനെയാണ് അവൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളത്. ഓൺ ദ വൺ ഹാൻഡ്, his parents hated his running and wanted him to concentrate more on his studies, which he never did. എന്നാൽ
അവൻ്റെ ഒരു വശത്ത് അവൻ്റെ പാരൻസ് ഓട്ടം വെറുക്കുകയും അവനോട് കൂടുതലായിട്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുകയും ചെയ്തിരുന്നുവെങ്കിലും അവൻ അതൊരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. On the other hand, he belonged to a middle-class family and Tarun knew that to achieve his dream he needed an intensive training, the amount for which was well beyond his family's reach. എന്നാൽ മറ്റൊരു വശത്ത് ഒരു സാധാരണ കുടുംബം മാത്രമായിരുന്നതിനാലും അങ്ങേയറ്റം ആഴമേറിയ ട്രെയിനിങ് വേണ്ടി വരുന്നതിനാലും വലിയൊരു തുകയുണ്ടെങ്കിൽ മാത്രമേ തരുണിന് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്ന് അവന് അറിയാമായിരുന്നു. When Tarun failed in his terminal examinations, his father was very angry with him. തൻ്റെ ടെർമിനൽ എക്സാമിന് തരുൺ ഫെയിൽ ആയപ്പോൾ അവൻ്റെ ഫാദറിന് അവനോട് വലിയ ദേഷ്യമായിരുന്നു. His friends too made fun of him. അവൻ്റെ ഫ്രണ്ട്സും അവനെ ഒരുപാട് കളിയാക്കി. It was a day he wanted to wipe out from his memory and so he took to running. ആ ദിവസം തൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഓട്ടം തുടങ്ങി. He ran all round the park. അവൻ ആ പാർക്കിന് ചുറ്റും ഓടി. The sun beat down to check his rage, but nothing could stop Tarun. അവൻ്റെ ഓട്ടം ചെറുക്കാനായിട്ട് അത് നിർത്താനായിട്ട് സൂര്യൻ ശ്രമിച്ചുവെങ്കിലും ഒന്നിനും തരുണിൻ്റെ ഓട്ടം നിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. After about an hour, he was fully exhausted and his fury having subsided, he threw himself on a bench and started painting heavily. എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തരുൺ പൂർണ്ണമായിട്ട് തളരുകയും അവൻ്റെ ദേഷ്യം കുറയുകയും ചെയ്തപ്പോൾ അടുത്തുണ്ടായിരുന്ന ബെഞ്ചിലോട്ട് അവൻ വീണു ശക്തിയായി കിതയ്ക്കുവാൻ തുടങ്ങി. Suddenly, he heard a voice at his elbow. What is it, son? പെട്ടെന്ന് അവൻ്റെ കൈമുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്താണ് മോനെ, എന്തുപറ്റി? തരുൺ turned to his left and there sat a man about 60. തരുൺ തൻ്റെ ഇടതുവശത്തേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ ഏകദേശം 60 വയസ്സായ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. I failed in 2 subjects, he replied in a depressed tone. ഞാൻ 2 സബ്ജക്ട്സിൽ ഫെയിൽ ആയിട്ടുണ്ട്, അവൻ വളരെ നിരാശനായ സ്വരത്തിൽ പറഞ്ഞു. The man smiled sympathetically and said, Life is full of ups and downs, my boy. By the way, I am Ram Narayan and you are one of the best runners I ever seen. വളരെ സഹതാപപൂർവ്വം ആ മനുഷ്യൻ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടി, ജീവിതമെന്ന് പറയുന്നത് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളത് തന്നെയാണ്. ഞാൻ രാം നാരായൺ, നീ ആകട്ടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഓട്ടക്കാരനുമാണ്. രാം നാരായൺ? രാം നാരായൺ? Are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. Ram Narayan? 1960-ലെ 400-മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ അതേ രാം നാരായൺ തന്നെയാണോ? തരുണിന് തൻ്റെ ആശ്ചര്യം മറച്ചു വയ്ക്കാനായിരുന്നില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. അതെ, സാവധാനം മറുപടി വന്നു. തരുൺ വാസ് ഡാസിൽഡ്. തരുൺ ആകെ അന്താളിച്ചു പോയിട്ടുണ്ടായിരുന്നു. Son, I have been watching you for the past 45 minutes, continued Ram Narayan, and I see a good future in you. മോനെ, ഞാൻ കഴിഞ്ഞ 45 മിനിറ്റുകളായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, രാം നാരായൺ തുടർന്നു. നിന്നിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുൺ ആകെ ചുവന്നു തുടുത്തു. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man enquired. നീ ചെയ്യേണ്ടത് നിന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന തീവ്രമായ ആഗ്രഹത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതെ തുടരണമെന്നതാണ്. നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നോ? ആ മനുഷ്യൻ ചോദിച്ചു. തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹീ സീംഡ് ഡിസ്ട്രോട്ട്. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. തരുണിൻ്റെ പുഞ്ചിരി മങ്ങിയിട്ടുണ്ടായിരുന്നു. അവനാകെ വിഷമമായി. ഒരു ട്രെയിനിങ് സ്കൂൾ വലിയ ചിലവേറിയതാണ് സർ, അതുപോലെ എനിക്ക് ജോലിയുമില്ല, തരുൺ പറഞ്ഞു. ഒരു തരത്തിൽ ഈ സാഹചര്യത്തിൽ പോലും ഒരു തമാശ പറയുവാൻ കഴിഞ്ഞതിൽ അവന് സന്തോഷമായിരുന്നു. ഹിയർ സർക്കംസ്റ്റാൻസസ് മീൻസ് സാഹചര്യം. But Ram Narayan seemed pretty serious. I will train you if you want, but I put forward a condition. എന്നാൽ രാം നാരായൺ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണപ്പെട്ടു. നിനക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരുന്നതാണ്, പക്ഷേ ഞാൻ ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. What is your condition? Tarun's voice showed curiosity and anxiety. എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? ആകാംക്ഷയും അതുപോലെ ആശങ്കയും നിറഞ്ഞതായിരുന്നു തരുണിൻ്റെ ചോദ്യം. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ram Narayan. നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയിൽ ഒരു ഓട്ട മത്സരമുണ്ട്.
നിന്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. നീ അതിൽ പങ്കെടുത്ത് അതിൽ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ട്രെയിനിങ് തരുമെന്ന് പ്രോമിസ് ചെയ്യുകയാണ്, രാംനാരായൺ പറഞ്ഞു. That is no big deal. I can do it, can't I? thought Tarun. I will, sir. He heard himself saying with complete conviction. ഓ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്കത് ചെയ്യാൻ പറ്റില്ലേ? തരുൺ ചിന്തിച്ചു. ഞാൻ വിജയിക്കാം സർ, അവൻ പറഞ്ഞു. താൻ അത് പരിപൂർണമായ ബോധ്യത്തോടെയാണ് പറയുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. Fine boy, it is my job to get you entry in the race and remember, yours to win it. Tell me, what is your name? asked രാംനാരായൺ. കൊള്ളാം മോനെ, ഓർമ്മിക്കൂ, എൻ്റെ ജോലി നിന്നെ ഈ മത്സരത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ്. അതിൽ വിജയിക്കുന്നത് നിന്റെ ജോലിയാണ്. പറയൂ, എന്താണ് നിന്റെ പേര്? തരുൺ കപൂർ സർ. തരുൺ തൻ്റെ പേര് പറഞ്ഞു. തരുൺ, I will meet you here after 5 days to give you your participation card. All the best, said രാംനാരായൺ. തരുൺ, നിനക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കാർഡുമായിട്ട് 5 ദിവസം കഴിയുമ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടുമുട്ടും. എല്ലാ മംഗളാശംസകളും നിനക്ക് നേരുന്നു. രാംനാരായൺ അങ്ങനെ പറഞ്ഞിട്ട് പോയി. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. വീട്ടിലേക്ക് പോകുന്ന വഴി തരുൺ ചിന്തിക്കുകയാണ്, അവൻ്റെ ഫാദർ ഇങ്ങനെ ശകാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ സഹായം ലഭിക്കുമായിരുന്നില്ല. The next day brought a new ray of hope. പിറ്റേ ദിവസം പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണം എത്തി. Tarun got up early, had milk and before his mother could finish her query on what he was up to, he ran out and went to Nehru Stadium to check the details of the race. തരുൺ നേരത്തെ തന്നെ എഴുന്നേറ്റ് പാല് കുടിച്ച് അമ്മ അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ പുറത്തേക്കോടി നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മത്സരത്തിന്റെ വിശദാംശങ്ങൾ അവൻ പരിശോധിച്ചു. He was very happy indeed. അവൻ വളരെ സന്തോഷവാനായിരുന്നു. തരുൺ started practicing jealously. തരുൺ വളരെ ആവേശപൂർവ്വം പ്രാക്ടീസ് ആരംഭിച്ചു. Every day he would get up at 4 in the morning and run up to 10 miles. എന്നാൽ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അവൻ 10 മൈലോളം ഓടുമായിരുന്നു. In the evenings, he would time himself according to the 1000-meter distance prescribed by the competition. എന്നാൽ വൈകുന്നേരങ്ങളിൽ കോമ്പറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവൻ 100 മീറ്റർ ഓട്ടം നടത്താറുണ്ടായിരുന്നു. He wanted everything to be perfect. എല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. And it was for the first time in his life that he was demanding such perfection in things he did, he thought. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത ഉണ്ടാകണമെന്ന് അവൻ ചിന്തിച്ചത്. He also wanted someone to back him up and so he told everything to his mother. തന്നെ പിന്താങ്ങുവാൻ ഒരാളുണ്ടാവണമെന്ന് അവൻ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. Tarun practiced vigorously for 5 days and then promptly met രാംനാരായൺ to collect his participation card. തരുൺ 5 ദിവസം വളരെ കാര്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാംനാരായണനെ തൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങിക്കുവാനായിട്ട് കണ്ടു. He gazed at the piece of paper on which his name had been printed boldly. അവൻ്റെ പേര് വളരെ കട്ടിയോട് കൂടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ പേപ്പറിലേക്ക് അവൻ ഉറ്റുനോക്കി. It meant so much to him. അത് അവന് ഒരുപാടായിരുന്നു. However hard, I must win this race, thought he. എത്ര കഠിനമായ ഓട്ടമത്സരമാണെങ്കിലും ഞാൻ അതിൽ വിജയിച്ചിരിക്കും, അവൻ ചിന്തിച്ചു. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. അവൻ്റെ ഫാദറിന് താൻ കുടുംബം ഒടിക്കുവാൻ പിറന്നവനല്ല എന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. മാത്രമല്ല ചില കാര്യങ്ങളിൽ അവൻ മിടുക്കനാണ് എന്നും കാണിക്കണമെന്നുണ്ടായിരുന്നു. It was 14th November. നവംബർ 14-ാം തീയതി ആയിട്ടുണ്ടായിരുന്നു. Bowing low for the blessings of his mother, Tarun pedaled away to the stadium. അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചതിനു ശേഷം തരുൺ സ്റ്റേഡിയത്തിലേക്ക് സൈക്കിളിൽ യാത്രയായി. There was a huge crowd waiting to go inside. അവിടെ ഒരുപാട് ആൾക്കൂട്ടം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. Tarun entered the office where a signboard read, "Participants only," with his heart beating faster every second. തരുൺ പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന ബോർഡ് തൂക്കിയിട്ടുള്ള ആ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് ഓരോ നിമിഷവും അവൻ്റെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. Inside there were about 50 participants waiting for the race to begin. അവിടെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ഏകദേശം 50ഓളം മത്സരാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. He felt someone patting him on the shoulders. അവൻക്ക് അവൻ്റെ തോളിൽ ആരോ തട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു. "Hello Tarun, it was രാംനാരായൺ. All the best," he said affectionately. ഹലോ തരുൺ, അത് രാംനാരായണനായിരുന്നു. എല്ലാ വിജയാശംസകളും അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു.
Tarun smiled at him, but he did not say a word. Fear had gripped him from head to foot. തരുൺ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അടി മുതൽ മുടി വരെ അവന് ഭയമായിരുന്നു. All the participants lined up. Every face glittered with the hope of winning the race. അങ്ങനെ എല്ലാ പാർട്ടിസിപ്പൻസും അവിടെ ലൈനായിട്ട് നിന്നു. ഓരോ മുഖവും വിജയിക്കാനുള്ള പ്രതീക്ഷയിൽ പ്രകാശിച്ചിരുന്നു. Each one of them had his family and friends in the stands to cheer for him. എന്നാൽ ഓരോരുത്തർക്കും അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. To his amazement, Tarun caught sight of his mother in the stands. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അമ്മ ആ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. The fear in his eyes gave way to the confidence. അവൻ്റെ ആ ഒരു കണ്ണിലെ ഭയം അല്ലെങ്കിൽ ആ ഒരു പേടി ആത്മവിശ്വാസമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. The whistle blew and all the participants started off with all their might. വിസിലടിക്കുകയും അവിടെയുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം തങ്ങളുടെ പൂർണ്ണ ശക്തിയോടെ മത്സരം തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. They were all determined to be the winner of the race. ഈ ഒരു റേസിൽ താൻ വിജയിക്കണമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചിരുന്നു. In the lead was the fastest of them all, Tarun. എന്നാൽ എല്ലാവർക്കും മുമ്പിൽ ഏറ്റവും വേഗതയേറിയ ഒരാളുണ്ടായിരുന്നു, തരുൺ. Seeing himself ahead of everybody, Tarun felt very proud of himself. എന്നാൽ എല്ലാവർക്കും മുമ്പിൽ താനാണെന്ന് മനസ്സിലാക്കിയ തരുൺ അവനെക്കുറിച്ച് ഒരുപാട് അഭിമാനമുള്ളവനായി മാറി. On the track there was a shallow path. ആ ഒരു ട്രാക്കിൽ ഒരു ഷാലോ പാത്ത് ഉണ്ടായിരുന്നു. ഹിയർ ഷാലോ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ വഴി, അങ്ങനെയുള്ളൊരു വഴി ഉണ്ടായിരുന്നു. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ്, തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹീ സ്ലിപ്ഡ്. എന്നാൽ അവൻ അതിവേഗത്തിൽ ഓടുന്നതുകൊണ്ട് തന്നെ അവനത് കാണാൻ പറ്റിയില്ല. അവനവിടെ തെന്നി വീഴുകയും ചെയ്തു. ബ്രീത്തിങ് ഫാസ്റ്റ്, ഹീ സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. എന്നാൽ കിതയ്ക്കുന്നതിനിടയിൽ മറ്റു കുട്ടികൾ തന്നെ മറികടന്ന് ഓടുന്നത് അവൻ കണ്ടു. ഹീ കുഡ് നോട്ട് ബി എ ലോസർ ടുഡേ ആൻഡ് സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് he got up to run once more. എന്നാൽ ഇന്ന് അവന് തോറ്റു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. നിമിഷങ്ങൾ പോലും നഷ്ടപ്പെടുത്താതെ ചാടി എഴുന്നേറ്റ് അവൻ വീണ്ടും ഓട്ടം ആരംഭിച്ചു. ഹിയർ മക്കളെ, ബ്രീത്തിങ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിതയ്ക്കുന്നതിനാണ്. നമ്മൾ ഓടുമ്പോൾ നമുക്ക് വല്ലാണ്ട് കിതപ്പ് വരില്ലേ, അതിനാണ് നമ്മളിവിടെ ബ്രീത്തിങ് ഫാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബീങ് ക്യൂക്ക്, തരുൺ ഓവർടുക്ക് എ ഫ്യൂ കിഡ്സ് എഹെഡ് ഓഫ് ഹിം. പെട്ടെന്ന് തന്നെ അവൻക്ക് കുറച്ച് ആളുകളെയെങ്കിലും പിന്തള്ളാൻ പറ്റി. ബട്ട് ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, he slipped once again. പക്ഷേ വിധി അതിനെതിരായിരുന്നു. വീണ്ടും തെന്നി വീഴുവാനായിരുന്നു അവൻ്റെ യോഗം. What was happening to him? He could not bear it. He looked into the crowd and saw his mother. She was saying something to him. Get up son, get up and run. എന്താണ് അവന് സംഭവിക്കുന്നത്? അവനത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ ഒരു ക്രൗഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആൾക്കൂട്ടത്തിന് നേരെ നോക്കിയ സമയത്ത് അമ്മയെ കണ്ടു. അമ്മ അവനോട് എന്തോ പറയുന്നതായിട്ട് അവനക്ക് തോന്നി. എഴുന്നേൽക്കൂ മോനെ, എഴുന്നേറ്റ് ഓടുക. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. തരുൺ വീണ്ടും എഴുന്നേറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അവസാനെത്തുന്ന കുറച്ചു പേരിൽ ഒരുവനായിരുന്നു അവൻ. ബട്ട് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്. പക്ഷെ അവൻ ഓട്ടം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒരിക്കൽ കൂടി അവൻ കുറച്ച് കുട്ടികളെ കൂടി മുമ്പിൽ കയറി. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച്, ഹി ഫെൽ എ തേർഡ് ടൈം. ടിയേഴ്സ് വർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അവൻ തളർന്നവനായതുകൊണ്ട് തന്നെ ടിയേഴ്സ് എല്ലാം അവൻ്റെ കവിളുകളിലൂടെ ഉരുണ്ടിറങ്ങി. ഹൗ വിൽ ഹീ ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? ഇനി എങ്ങനെയാണ് അവനക്ക് രാംനാരായണൻ്റെ പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടുന്നത്? ഹൗ വിൽ ഹീ പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹീ വാസ് ടാലൻറ്റഡ്? അവൻ എങ്ങനെയാണ് ഇനി അവൻ്റെ പാരൻസിനെ പ്രൂവ് ചെയ്യുക അവൻ്റെ ആ ഒരു ടാലൻറ്റ്? ഹീ വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. അവനായിരുന്നു ആ ഒരു ട്രാക്കിലെ ലാസ്റ്റ് കിഡ്. He turned his eyes towards the stands. എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് അവൻ നോക്കി. Then he heard രാംനാരായൺ screaming from somewhere, "Come on, Tarun, run." പെട്ടെന്ന് അവൻ എവിടെ നിന്നു രാംനാരായൺ ഉറക്കെ പറയുന്ന ശബ്ദം കേട്ടു. തരുൺ, run. And so he got up a third time. അങ്ങനെ മൂന്നാമത്തെ തവണയും അവൻ എഴുന്നേറ്റു. This 12-year-old determined boy who was the last on the track got up and ran with all the strength he had. തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്ന, ട്രാക്കിലെ ഏറ്റവും അവസാനം നിന്നിരുന്ന ആ 12 വയസ്സുകാരനായ കുട്ടി അതിവേഗം എഴുന്നേറ്റ് സർവ്വശക്തിയും എടുത്ത് ഓടി. The crowd was cheering for Pawan, the boy who had won the race. അവിടെയുള്ള ഓഡിയൻസ് പവന് വേണ്ടിയിട്ട് ആരോ മുഴക്കുന്നുണ്ടായിരുന്നു. അവനായിരുന്നു ഈ ഒരു റേസിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. എന്നാൽ തരുണിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ കടന്നപ്പോൾ
വലിയൊരു ശബ്ദം തന്നെ അല്ലെങ്കിൽ വലിയൊരു ആരം തന്നെ ഉണ്ടായിരുന്നു. The audience cheered for his determination and his valor for never giving up. അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് അവൻ്റെ ആ ഒരു ഉറച്ച തീരുമാനത്തിലും അതുപോലെ തന്നെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന അവൻ്റെ ആ ഒരു ധീരതയിലും ആരവമുയർത്തുകയായിരുന്നു ചെയ്തത്. He bowed his head with shame and said to Ram Narayan, I am sorry sir, I lost. അവൻ വളരെ ലജ്ജയോടെ തല കുനിച്ചുകൊണ്ട് രാംനാരായണനോട് പറഞ്ഞു, ക്ഷമിക്കണം സർ, ഞാൻ പരാജയപ്പെട്ടു. No son to me, you have won the toughest race, the race of your life. You got up and started afresh each time you fell. You are a real life hero. Your training starts tomorrow. അപ്പോൾ അവർ പറയാണ്, ഇല്ല മകനെ, എന്നെ സംബന്ധിച്ച് നീ ഏറ്റവും കാഠിന്യമേറിയ മത്സരത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. നിൻ്റെ ജീവിതമാകുന്ന ഓട്ട മത്സരത്തിലാണ് നീ വിജയിച്ചിരിക്കുന്നത്. ഓരോ തവണ നീ വീഴുമ്പോഴും നീ പുതിയതായിട്ട് വീണ്ടും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. നീ ഒരു യഥാർത്ഥ ഹീറോയാണ്. നിൻ്റെ പരിശീലനം നാളെ തന്നെ ആരംഭിക്കുന്നതാണ്. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് എഗെയിൻ. തരുണിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ണുനീർ അവൻ്റെ കണ്ണുകളിൽ വീണ്ടും നിറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ഹിസ് മദർ ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. തന്നെ ഹഗ് ചെയ്ത് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച്, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും മിടുക്കനായ മകൻ എന്ന് പറഞ്ഞ് അമ്മയെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഓക്കെ മക്കൾ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും തരുണിനെ പോലെ ആവണം. കാരണം ഒരുപാട് റിസ്ക് എടുത്താലും, അതായത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു പാഠമാണ് അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു തരുൺ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് അവൻ ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, അവന് ഫസ്റ്റ് ആവാൻ അല്ലെങ്കിൽ വിൻ ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും അവൻ്റെ ആ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ആ രാം നാരായൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അവനെ എന്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ട്രെയിൻ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യം ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ്, നീ ജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ട്രാക്കിൽ അവൻ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ രാം നാരായൺ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവനക്ക് ട്രെയിൻ കൊടുക്കാമെന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്താൻ വേണ്ടി റിസ്ക് എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ കഷ്ടപ്പെടണം. നമ്മുടെ ആ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം, നിങ്ങളും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. നമ്മളെ പരിഹസിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളൊരു സക്സസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നാലെ വരാനും ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. അന്ന് മാത്രമേ നമ്മളെ എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ലൈഫിൽ എത്ര എഫേർട്ട് എടുത്താലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പരിഹാസം എന്നൊക്കെ പറയുന്നത് ലൈഫിൽ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മാറി നിൽക്കരുത്. പകരം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. സോ മിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ കിഡ്സ്. എത്രയും പെട്ടെന്ന് തന്നെ മിസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആ ഒരു വീഡിയോയിൽ മിസ് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും അതും വാച്ച് ചെയ്യണം. പിന്നെ മിസ്സിന് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ ഇനിയും മിസ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ,